സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പണയം വെക്കാൻ ചെല്ലുമ്പോഴാ വിവരം അറിയുന്നത്. എന്തൊരു കൊള്ള പലിശ അവരുടെ. ഫീസ് അടയ്ക്കാൻ ഇനി രൂപ 7,000 കൂടി ബാക്കി വേണം. അതിനിപ്പോ എന്ത് ചെയ്യുന്ന? ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ 5 പേരെങ്കിലും വേണമെന്നാ പറയാ. നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടാ? എനിക്കറിയില്ല. രഞ്ജേട്ടൻ ആരെങ്കിലും ഉണ്ടോ? നമുക്കതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ, സാറല്ലേ അന്ന് ഇവിടെ? അതെ, ഞാൻ ഡോക്ടർ ജോൺ ചിറ്റിലപ്പള്ളി. എന്താ ഡോക്ടർ ഇവിടെ? അവരെ കൊണ്ടെന്തെങ്കിലും പ്രശ്നം? ഏയ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്റെയോ? അതെ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുകയാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ലിനിക് അല്ലേ? അതെ അതെ, വൈഫാണല്ലേ? അങ്ങനെയും പറയാം. അമേരിക്കയിൽ നിന്നുള്ളൊരു ദമ്പതികൾ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വന്നവർക്ക് എന്റെ ഏജന്റ് കൊണ്ടുവന്ന സ്ത്രീകളുടെ ചന്തം പിടിച്ചില്ല. അത് പിന്നെ ആർക്കാണെങ്കിലും ജനിക്കുന്ന കുട്ടി ഇത്തിരി ഭംഗിയായിരിക്കണം ആഗ്രഹം ഉണ്ടാവില്ലേ സാറേ? ഇതാണ് തെറ്റിദ്ധാരണ. ഈ IVF ട്രീറ്റ്മെന്റ് പല തരത്തിലുണ്ട്. ഇപ്പൊ വന്നവരിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർക്കുണ്ടാകുന്ന എംബ്രിയോയോ ഭ്രൂണം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ച് അച്ഛനമ്മമാർക്ക് കൈമാറും. There won't be any blood relationship with the surrogate mother. അതായത് ഈ കായക്കൊല പഴുപ്പിക്കാൻ പത്തായത്തിൽ വെക്കണ പോലെ അല്ലേ? പഴുത്തു കഴിഞ്ഞാൽ കൊലയ്ക്ക് പത്തായത്തിന്റെ ചായയും വരില്ല. കറക്റ്റ്. വല്ലാത്തൊരു ഉദാഹരണം. സാറേ, ഇതുപോലത്തെ ഒരു സീൻ മോഹൻലാലിന്റെ ഒരു സിനിമയിലില്ലേ? ഞാൻ മോഹൻലാലിന്റെ പുതിയ സിനിമ കണ്ടില്ല. ഇത് പുതിയതല്ലാന്ന്, പഴയ ഒരു സിനിമ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അത്രയും പഴയൊന്നുമല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല, ദശരഥം. അത് തന്നെ. പക്ഷെ അതില് ഈ അമ്മ കുട്ടിയുടെ ശരിക്കുള്ള അമ്മയാ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. എന്നാലും എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അല്ലേ? ഞാൻ കൊറേ കരഞ്ഞതാ. ഗർഭപാത്രം വാടകയ്ക്ക് തരാൻ തയ്യാറുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഡോക്ടർ എന്താ കരുതിയത്? പണത്തിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരിയാ. ചില റിയൽ എസ്റ്റേറ്റും അല്ലറ ചില്ലറ തരികട പരിപാടികളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ പെണ്ണ് കേസിന് ഇറങ്ങേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ ചെല്ല്, പോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് കാറടിച്ച പെണ്ണില്ലേ, അവരിതിന് കറക്റ്റാ. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലെന്ന് നിങ്ങളല്ലേ അന്ന് എന്നോട് പറഞ്ഞത്. ഗർഭപാത്രം നൽകുന്ന പെണ്ണിന് 10 ലക്ഷം രൂപ കൊടുക്കും. കമ്മീഷനായി നിങ്ങൾക്കൊരു 25,000 രൂപ വേറെയും തരും. ഞാൻ നേരിട്ട് നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങളാവുമ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണല്ലോ. ആണ്. എന്നാലും പെണ്ണ് കേസൊക്കെ ആവുമ്പോ അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സംഗതി അവൾക്ക് പണത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കുറച്ച് പണിയാ. ഒരു 50,000 തന്നെ നോക്കാം. 50,000? 50 എങ്കിൽ 50. പക്ഷെ പെട്ടെന്ന് വേണം. എന്നാ ഇപ്പൊ തന്നെ പോവാം അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്താലോ ഡോക്ടറെ? ഡോക്ടർ വണ്ടി ഇവിടെ കിടക്കട്ടെ, എന്റെ വണ്ടി എടുക്കാം. ആയിക്കോട്ടെ, കാർ എവിടെ? അന്ന് കയറിക്കോ, വാ. ഇതോ? അല്ല, നമുക്ക് ചില ഊട് വഴി കൂടെ ഒക്കെ പോകാനുണ്ടേ, വാ. ഓക്കെ, സൂക്ഷിച്ചു പോണം. ഈ വണ്ടി ഹോം മെയ്ഡ് ആണോ? ഇവിടെ എവിടെയോ ആയിരുന്നു അവളുടെ വീട്. എനിക്കറിയില്ലേ. സുമിത്ര മസൂദി തെരുവ്. ഇത് തന്നെ. അതെ, നിങ്ങൾ ആദ്യം പോയി അവളുടെ മനസ്സറിഞ്ഞിട്ട് വാ. സമ്മതമാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ സംസാരിക്കാം. വെറുതെ അപ്സെറ്റ് ആക്കണ്ട. ഓക്കെ. വാട്ട് യു ഹാവ് ബീൻ ടോൾഡ് ഈസ് ദാറ്റ് കറക്റ്റ്? ഫസ്റ്റ് ഐ വിൽ ഗോ. ഓക്കെ. വല്ലാത്തൊരു ഇംഗ്ലീഷ്. நீங்க என் வீட்டுக்கு உட்காருங்க. ஹஸ்பண்ட் அவரு அன்னைக்கு சொன்னனே பாம்பேல இருக்காரு. இன்னும் பாம்பேல வரவே இல்லையா? வரமாட்டாரு. என்னது இது நீங்க இந்த நேரத்துல? என்ன விஷயம்? ஹலோ, உங்க பையனா? கணேஷ், எழுந்திருப்பா, போ, போய் விளையாடு. போயிட்டான். இப்ப சொல்லுங்க. Infinity of fertilization we have been to தமிழ்.
ഇത് പിന്നെ ഒരു ശാരീരിക ബന്ധത്തിന്റെ കാര്യമായതുകൊണ്ട് ഓപ്പണായിട്ട് എപ്പടി சொல்றது ഒരു ஆணும் பொண்ணும் சேரும்போது தானே குழந்தை பிறக்கிறது. இப்போ அவங்க ஒன்னா சேர்ந்தாலும் குழந்தை பிறக்கணும்னில்லை. அதுக்கு அதுக்கு சேஃபான நிறைய வழி இருக்கே. അതല്ല ബീജം ബീജം അതൊക്കെ ഗർഭപാത്രം തേവതാനെ അതുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കൂ. ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തില് നീങ്ക കൊഞ്ചം കോപ്പറേറ്റ് பண்ண നടക്കും. நீங்க இவ்ளோ சொல்லும்போது நான் வேண்டாம்னு சொல்ல போறேன். ராத்திரி பின்பக்க வழியா வாங்க, உங்களுக்காக நான் கதவை திறந்தே வச்சிருக்கேன். കുടിക്കുന്നത് കൊഞ്ചം തണ്ണി കിടക്കുമാ? ஒரு நிமிஷம். എന്റെ പൊന്നോ ഡോക്ടറെ, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമുക്കിത് ശരിയാവില്ല, വേറെ നോക്കാം. ബാ. അപ്പൊ നടക്കില്ലേ? അപ്പൊ ഞാൻ സംസാരിക്കാം. നടക്കില്ലേ? നമ്മൾ ഉദ്ദേശിച്ചത് നടക്കില്ല. എങ്ങനെ? ഇത് ആളെ എക്സ്ട്രാ ഡീസന്റാ. സാറ് വണ്ടി കറിക്കേ. എനിക്ക് മനസ്സിലാവുന്നില്ല. കുഴപ്പമായോ? എന്റെ പൊന്നോ, പതുക്കെ. ഇത് കുറെ നേരം ആയല്ലോ ഇങ്ങനെ ചുറ്റുന്നത്. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ളവരൊക്കെയല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂ. എന്താ? ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ളവരല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂന്ന് പറയാ. അങ്ങനെ ഇപ്പൊ ആരാ? ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മുരുകൻ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വീണ് നടു തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. നല്ല കഷ്ടപ്പാടില്ല. വെരി ഗുഡ്. അയാളുടെ വൈഫ് എങ്ങനെയാ കാണാൻ? വൈഫ് കാണാൻ നല്ലതാ, നമുക്ക് ചേരും. അങ്ങനെയാണെങ്കിൽ അയാളുടെ വീട്ടിലോട്ട് വിട്. ഹരഹരോ ഹരഹര. ഇവിടത്തെ ആൾക്കാരൊക്കെ പാവങ്ങളാ. ഡോക്ടർക്ക് വേണ്ടിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്കൊന്നും വരാറില്ല. നല്ല സ്ഥലവാ, ഒരു റിസോർട്ട് ഫീൽ ഉണ്ട്. അയ്യോ, അതല്ലേ മുരുകന്റെ ഭാര്യ. വാ വാ വാ, ഇതാ വഴി. അമ്മ വണക്കമ്മ. என்னங்க இந்த பக்கம்? ஒண்ணுல முருகனை பாக்கிறதுக்கு டாக்டர் வந்திருக்காரு. டாக்டர் ஜான் சிட்டிலப்பள்ளி. அப்படியா? வாங்க வாங்க. அவரெங்கே? இதோ இருக்காரு. வா வாங்க. பாப்பா எப்படி இருக்கீங்க முருகா? என்னப்பா 2 வருஷமா படுத்த படுக்கையிலே தான் எல்லாம். சாப்பாட்டு கூட வழி இல்லை. அந்த கடவுள் தான் வந்து கருணை காட்டணும். இப்ப முருகன் சொன்ன கடவுள் இருக்குல்ல, அதுதான் டாக்டர் உருவத்துல வந்திருக்காரு. மீதி அவர் சொல்லுவாரு. പറഞ്ഞോളൂ. You know, Mr. Murugan, in vitro fertilization is not just a treatment. It's a service and surrogacy is a divine duty. டாக்டர், நீங்கள் மலையாளத்திலேயே பேசுங்க டாக்டர். நான் மலையாளத்தில் எல்லா ஹீரோக்கும் டூப் போட்டிருக்கேன். மலையாளம் பேசுனா புரியும். அது வந்து பணம் தான் നമ്മുടെ പ്രശ്നം, കുളന്ത താൻ അവരുടെ പ്രശ്നം. മലയാളം മലയാളം. അല്ല, മുരുകന്റെ ഭാര്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയും ഐശ്വര്യവും ഒക്കെ ഉണ്ട്. മുരുകൻ ഒന്ന് കണ്ണടച്ചാൽ ഇവളെ വെച്ച് നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് 10 months. ഡോണ്ട് ഡിസ്റ്റർബ്. ഒരൊറ്റ തവണ ഗർഭം ധരിച്ചാൽ മതി. 10 ലക്ഷം രൂപ ഇന്ത വീട്ടിൽ വരും. മനസ്സിലായില്ലല്ലേ? ഒരു അമേരിക്കൻ ഫാമിലി അവരുടെ എംബ്രിയോ മുരുകന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒന്ന് നിക്ഷേപിക്കണം. അത്രേ ഉള്ളൂ. അമ്മ, ഡോക്ടർ എന്നെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് മനസ്സിലായില്ല. അയാള് തളർന്നു കിടക്കുകയാന്നല്ലേ താൻ പറഞ്ഞത്? പക്ഷെ ചവിട്ടിന് ഒരു തളർച്ച ഇല്ലല്ലോ. അത് പിന്നെ ഡോക്ടറുടെ ഡയലോഗ് കേട്ട ആർക്കും ഒന്ന് ചവിട്ടാൻ തോന്നും. ഓ, എംബ്രിയോ എന്നൊക്കെ കേട്ടപ്പോ അയാളെന്തോ പച്ച തെറിയാന്ന് വിചാരിച്ചത്. ഭ്രൂണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലായിരുന്നോ? ഇതൊക്കെ ഒരു നയത്തിലും തന്ത്രത്തിലും വേണ്ടേ പറയാൻ ഡോക്ടർ? ഏത് നയത്തിലും തന്ത്രത്തിലും ഒക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണല്ലോ പറയേണ്ടത്. എന്തായാലും മിസ് ഇന്ത്യ പോലത്തെ ഒരു പെണ്ണായിരുന്നു അവള്. അതേതായാലും പോയി കിട്ടി. ഇനി വേറെ നോക്കാം. വാ. മിസ് ഇന്ത്യ ഇതാ. എന്റെ ആകെ കൂടിയുള്ള പ്രതീക്ഷ ഫൈറ്റർ മുരുകനായിരുന്നു. ഹരഹരോ ഹര, മുരുകനും പോയി കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതുപോലെ തളർന്നു കിടക്കുന്ന വേറെ ഏതെങ്കിലും ഫൈറ്റ് മാസ്റ്ററോ ഡാൻസ് മാസ്റ്ററോ ഉണ്ടോ? വൈഫ് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. ഒന്ന് പോ ഡോക്ടർ ഇവിടുന്ന്. മുൻചാമേ എവിടെ വെച്ച്? 50 ரூபாய். சரி அண்ணா, நாளைக்கு ரோலக்ஸ் ஹோட்டல்ல பார்க்கலாம். நீங்க கூப்பிட்ட போதும். சரி வரேன். ആ പെണ്ണ് കൊള്ളാമല്ലോ. ഏതാ? അത് കേസാ. വക്കീലാണോ? ആ കേസല്ല, കേസ് കെട്ട് റോസിലി. മലയാളിയാ, നമുക്ക് ശരിയാവില്ല. നോട്ട് കെട്ടാണോ കേസ് കെട്ടാണോ എന്ന് അമേരിക്കക്കാർക്ക് എങ്ങനെ അറിയാം? കാണാൻ ചന്തമുണ്ടോ, ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടോ, അത് മതി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഉറപ്പായിട്ട് നടക്കും.
ഡോക്ടറുടെ കയ്യിൽ കർച്ചീഫുണ്ട്. ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് മുഖം മറയ്ക്കുന്നത് നല്ലതാവാ. നിർബന്ധമാണോ? വാ. ഇതൊക്കെ മാനമര്യാദയായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഒരു കേസ് കെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഗർഭിണിയാക്കാൻ നടക്കുന്നു. വയറും വീർത്ത് ഗർഭമായിട്ട് നടന്നാലേ നാട്ടുകാരെന്ത് ഓ, പറയും? നാട്ടുകാരെന്തോന്ന് പറയാൻ? ചുമ്മാ അതൊന്നും അല്ലല്ലോ. രൂപ 10 ലക്ഷം തന്നിട്ടല്ലേ? പിന്നെ നാണക്കേട്. അത് പിന്നെ പൈസ തീർത്തോളില്ലേ? തീർക്കും. നമ്മള് ഫീൽഡിൽ നിന്ന് മാറിയാലേ തള്ളിക്കരൻ ആളങ്ങ് ക്യൂ നിക്കുക. പെറ്റേച്ച് വരുമ്പോഴേ നമ്മുടെ ഡിമാൻഡ് അങ്ങ് പോകും. കെട്ടിയവനില്ലാതെ പെറ്റ പെണ്ണിനെ പിന്നെ ആരെങ്കിലും കെട്ടുവോ? ഡോക്ടർ കെട്ടുവോ? ഞാൻ മാരീഡാ. ടൈലർ കെട്ടുവോ? ഇല്ല. ഇത് കെട്ടുപൊട്ടിയ കേസാ. കെട്ട് മുറുകുന്നതിന്റെ സ്ഥലം വിടാൻ പാ. വരട്ടെ സിസ്റ്ററെ, ഒന്നും മനസ്സിൽ വെക്കരുത്. അപ്പൊ ഞങ്ങളെ നിക്കണ്ടല്ലേ? ഇറങ്ങിയിരിക്കുന്നു. മാനം മര്യാദയില്ലാത്തവന്മാര്. ആരും കണ്ടു കാണില്ലല്ലോ. ഏയ്, ഇവിടെ എന്നെ പരിചയമുള്ള ആരും ഉണ്ടാവില്ല. ஹாய் படி அவரியோ അയ്യേ, ആരാ മനസ്സിലായില്ല? என்ன தெரியலையா உங்க ஃபேஸ்புக் ஃப்ரெண்ட் நயன் நேத்து நீங்க போஸ்ட் பண்ண போட்டோவுக்கு ஆசம்னு கமெண்ட் பண்ணிருந்தீங்களே உங்க ப்ரொஃபைல்ல ஃபிலிம் ஸ்டார் நயன்தாரா போட்டோ தானே போட்டிருக்கு. யப் யப் புரிஞ்சு போச்சு. എടാ പാവി, എന്നെ ഏമാത്തിയാച്ച്. എന്താ ഡോക്ടറെ? ഫിലിം സ്റ്റാർ നയൻതാരയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാ കണ്ടോ, ഇപ്പൊ ആക്രി കച്ചവടോ. எஸ் எஸ் ഓക്കെ ബഡി, പറ്റുമാ? നയൻതാര ബൈ. ஓகே பை டியர் വിട്ടോ വിട്ടോ, കുഴപ്പമായി. വണ്ടി വിട്ടോ, ഇഞ്ചഡാസാണ്. ചാന്ത് പൊട്ട് വിട്ടോ. രഞ്ജിത്തെ, രഞ്ജിത്തെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, വണ്ടി പിടിക്കാം. ഒരു മര്യാദയില്ലാത്ത അവനവന് പറ്റുന്ന പണി ചെയ്താ പോരെ ഡോക്ടറെ. ഇനി ഈ ഗർഭപാത്രം ഭ്രൂണത്തിനൊന്നും ഞാനില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ വരട്ടെ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കാം. വാ. എത്രാമത്തെയാ? ഏ? എത്രാമത്തെയാ? ഓ, അപ്പൊ ആദ്യത്തത് പെണ്ണ്. അപ്പൊ ഇത് ആണാവാനാകും ആശ അല്ലേ? ആണായാലെന്ത് പെണ്ണായാലെന്ത് നമുക്കെല്ലാം ഒരുപോലെ. അല്ല, അതും ശരിയാ. ഇക്കാലത്ത് ആണിനും പെണ്ണിനൊക്കെ ഒരേ ചെലവ് തന്നെയാ. ഏ? ജാനകിയുടെ ഹസ്ബൻഡ് യാര്? ഇരുന്നോ. എന്നെയാ? ഞാൻ എന്തങ്ക ஆண் குழந்தை. ஜானகி எப்படி இருக்காங்க? நார்மல் தான். கொஞ்ச நேரத்துல ரூம்ல ஷிஃப்ட் பண்ணுவாங்க. கொண்டு போங்க. ഒന്നും എടുക്കായിരുന്നില്ലേ? അതൊക്കെ എടുക്കേണ്ടവരെടുത്തോളൂ അനിയ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ചക്രക്കുട്ടാ, അമ്മയുടെ മുത്ത് വാങ്ങിക്കോടാ. എന്താ ഈ ഉടുപ്പൊക്കെ ഇടിച്ചിരിക്കുന്നത്? ഡോക്ടറെ ഇടിപ്പിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ പാല് കൊടുത്തേ ഉള്ളൂ. മോന് നല്ല നിറണ്ട് അല്ലേ രഞ്ജേട്ടാ? അത് പിന്നെ ജനിക്കുന്ന ഏത് കുട്ടിക്ക് നല്ല നിറം ഉണ്ടാവും. ഇത് പിന്നെ അമേരിക്കക്കാരുടെ കുട്ടിയല്ലേ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ഉറങ്ങി എണീച്ചാൽ എല്ലാം ശരിയാവും. എന്നാ കുട്ടിയെ ഡോക്ടറെ അടുത്തുകൊണ്ടുപോയി ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ. രഞ്ജേട്ടാ, പിന്നെ പണം എണ്ണി നോക്കി മേടിക്കണം. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ?
ഓ ഓ ഓ ഓ ഓ വാ. മേ കം ഇൻ ഡോക്ടർ? യെസ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി. ഡോക്ടർ ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയേ, എന്തൊരു ഭംഗിയുള്ള കുഞ്ഞാന്ന്. 10 അല്ല 50 ലക്ഷം വേണേ കൊടുക്കാം. കറക്റ്റ്. അപ്പോ ഡോക്ടർ ഈ ട്രോഫി അങ്ങോട്ട് സ്വീകരിച്ച് ബാക്കി പൈസ ഇങ്ങോട്ട് തന്ന. എവിടെയാ അമേരിക്കക്കാര്? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നം, അവരിതുവരെ എത്തിയിട്ടില്ല. ഓ, എന്തു പറ്റി? ഫ്ലൈറ്റ് മിസ്സാ? അതല്ല, അവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് വഴക്കുകൂടി, ഡൈവേഴ്സ് ചെയ്ത് പിരിഞ്ഞു. ഏ? അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഈ കുട്ടിയെ വേണ്ടാന്ന്. ഇത് ഒരു മീറ്റിംഗ് ഉണ്ട്, അതങ്ങ് മറന്നുപോയി. എന്തോന്ന്? അതെ, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. കുട്ടിയെ അനാഥാലയത്തിലാക്കാനും ദത്ത് നൽകാനും ചില നിയമപ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ അമേരിക്കക്കാർ പെട്ടെന്ന് സ്വഭാവം മാറുന്നവരാ. ഇന്ന് പിണങ്ങും, നാളെ ഇണങ്ങും. ഇനി ഇതിന്റെ തന്തയും തള്ളയും പിണക്കം മാറി ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 5 ലക്ഷം കിട്ടില്ലേ? ആ, പക്ഷേ ഇനി അവര് വരികയാണെങ്കിൽ 15 ലക്ഷം കിട്ടാതെ ഞാൻ ഇതിനെ കൊടുക്കില്ല. 15? ആ, കൊടുക്കരുത്. 15 കിട്ടാതെ കൊടുക്കരുത്. ഇപ്പൊ ഇതിനെ എടുത്തോണ്ട് പോയിക്കൊള്ളൂ. குஞ்சாவே நீ என்ன ஜானகி வந்த விவரம் எதுவுமே சொல்லல? நேற்றுக்கு நைட்டு தான் பிளான் பண்ணது. செல்ல குட்டி கண்ணு அப்படியே அம்மா மாதிரி. ஆனா மூக்கு அப்பா மாதிரியே இருக்கு. ஆமா ஆமா. ലക്കിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടാ. BM B+ ഒക്കെ അധികം. അവനെ പഠിപ്പില്ല യാതൊരു ഇൻട്രസ്റ്റും ഞാൻ കാണുന്നില്ല. എടീ, അവൻ IAS-നൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പഠിപ്പ് നോക്കിയിട്ടേ നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതെ, അവന്റെ ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, സ്വന്തം കാര്യം കാണാൻ എടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അവനൊക്കെ വലിയ ക്ലാസ്സിലാവുമ്പോ Aയും A+ ഒക്കെ മേടിച്ചോളും. അല്ലടാ ലക്കി? ഓ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പഠിപ്പ് മാത്രമുള്ള സ്കൂളിൽ പഠിക്കണ്ട, ചേച്ചിയുടെ സ്കൂളിൽ ചേർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇവൻ എന്റെ സ്കൂളിൽ പഠിക്കുന്നത് എനിക്കും പേരുദോഷമാ. സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റാ ഞാൻ. മിണ്ടാതിരുന്നേ, ഒരു പഠിപ്പിസ്റ്റ്. അച്ഛാ, നെക്സ്റ്റ് ഇയർ എന്നെ ഗവൺമെന്റ് സ്കൂളിൽ ഒന്ന് ചേർക്ക്. അവിടെ സ്വിമ്മിംഗ്, സ്കേറ്റിംഗ്, കരാട്ടെ ഒക്കെയുണ്ട്. Then I will get A+. ഓ, മൗണ്ട് കാർമൽ സ്കൂൾ. അതന്നെ. അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലടി. രഞ്ജേട്ടന് അവനെങ്ങനെ വഷളാക്കണേ? അവന്റെ താളത്തിനൊത്ത് തുള്ളാതെ 2 അടി കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ A+, ഒക്കെ താനെ ഇങ്ങോട്ട് വന്നോളൂ. അതെ, നീ ആ 3 Idiots ഹിന്ദി പടം കണ്ടിട്ടുണ്ടോ? അതിനകത്ത് കുട്ടികൾ എങ്ങനെ അതെ, ഞാൻ രഞ്ജേട്ടന്റെ അത്ര ഇഡിയറ്റ് അല്ല. ആണ്. നീ പഴയ 10-ാം ക്ലാസ്സും ഗുസ്തിയല്ലേ? രഞ്ജേട്ടനോ? 8-ാം ക്ലാസ്സും ഗുസ്തി. ഈ സ്പ്രിംഗ് കളക്ഷൻസിൽ ഡിജിറ്റൽ പ്രിന്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ബ്രോഷർ തയ്യാറാക്കാം. ഓക്കേ സർ. വെറൈറ്റി ഡിസൈൻ ആയതുകൊണ്ട് ഹെവി നല്ല ഓർഡർ കിട്ടിയേക്കാം. ഷുവർ സർ. ഹലോ, വിൻസെന്റിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മൗണ്ട് കാർമൽ സ്കൂളിലെ പ്രിൻസിപ്പള് തൻ്റെ കുടുംബക്കാരനല്ലേ? ലക്കിയുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിനാ. മോൻ്റെ. പിന്നെന്താ, ഞാൻ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം. ഓക്കെ, ബൈ. പ്രിന്റിംഗ് സെക്ഷനിൽ കൊടുത്തോളൂ. ഓക്കെ സർ. കഴിഞ്ഞ തവണ നമ്മുടെ യൂണിറ്റ് സംഘടിപ്പിച്ച ക്രോസ് കൺട്രി റേസിൻ്റെ പ്രധാന സ്പോൺസർ രഞ്ജിത്തായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാവുന്ന ചുരുക്കം ചില ചെന്നൈ മലയാളികളിൽ ഒരാളാണ്. സന്തോഷം. മെറിറ്റാണ് ഇവിടുത്തെ അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ. ഇന്റർ സ്കൂൾ ട്രാൻസ്ഫറിന് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സാകണം. മകൻ പഠിക്കാൻ മിടുക്കനായിരിക്കുമല്ലോ അല്ലേ? മിടുക്കനാ, പക്ഷേ ഈ സ്പോർട്സിലും സ്കേറ്റിങ്ങിലൊക്കെ അവന് കൂടുതൽ താല്പര്യം. സ്പോർട്സിൽ മികവുള്ളവർക്കും ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. എന്നാ പിന്നെ ആ വഴിക്കൊന്നും നോക്കല്ലേ? ആയിക്കോട്ടെ. ഓക്കെ ഫാദർ, ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. വെൽക്കം.
Hi. Hi. Good morning. Hi, Jan. You're late today? Yeah. ഫേസ്ബുക്കിൽ എന്റെ ബർത്ത്ഡേ വിഷസിന് റിപ്ലൈ ചെയ്ത് നേരം പോയത് അറിഞ്ഞില്ല. You know, I have 3,654 friends. സ്വന്തമായിട്ടൊരു ലൈക്ക് പേജ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. Oh, it's your birthday today. Oh yeah. Many happy returns of the day, Auntie. Auntie? No, Didi. Anyways, thanks, da. Hey, we have a grand party in the evening. Everybody, come, ma. Okay.